നല്ല വേല ചെയ്തവനെ നല്ലോണം മാനിക്കുന്ന ഒരു ദൈവമാണ്. അതിനകത്ത് ആരും അസൂയപ്പെടരുത്. അസൂയപ്പെട്ടിട്ട് ഒരു കഥയില്ല. കർത്താവിന് വേണ്ടി ആത്മാർത്ഥതയോടെ നിന്നിട്ടുള്ളവനെ, കർത്താവിന്റെ രാജ്യത്തിൽ ആത്മാർത്ഥതയോടെ പണിയെടുത്തിട്ടുള്ളവനെ മാനിക്കുന്ന ഒരു ബോസ് എനിക്ക് സ്വർഗത്തിലുണ്ട്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ആദ്യം തന്നെ ഞാൻ പറയുന്നു, ആ കർത്താവിന്റെ ദാസൻ പറഞ്ഞതിനോട് ഞാൻ കയറി കണക്ട് ആയതാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് തിങ്. ഹല്ലേലൂയ. ഇന്ന് ഈ പെരുമഴയത്ത്, ഇത്രയും കോരിച്ചൊരിയുന്ന മഴയത്ത്, ഇന്നലത്തെയൊക്കെ വെതർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തില് ഈ പകലിൽ സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന തിരുവെടുത്തുകളെ അനുസരിച്ചുകൊണ്ട് നിന്റെ കാര്യാദികളെ നോക്കാതെ ശബത്തിനെ അല്ലെങ്കിൽ ആ വിശുദ്ധ ദിവസത്തെ ഉപേക്ഷിക്കരുത് എന്ന തിരുവെടുത്തുകളെ അനുസരിച്ചുകൊണ്ട് കർത്താവിനും കർത്താവിന്റെ വചനത്തിനും പ്രാധാന്യത കൊടുത്തുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത നിങ്ങളെയും നിങ്ങളുടെ തലമുറയും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ആ ഒരു പാഷനേറ്റീവ് ഹാർട്ട് നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. കർത്താവേ, രോഗികൾ സൗഖ്യമാകണം, രോഗികൾക്ക് സൗഖ്യം ഉണ്ടാകണം, അവർ വിടുവിക്കപ്പെടണം എന്ന് ചങ്ക് പൊട്ടി കരയുന്നവന്റെ കയ്യിലോട്ട് ദൈവം ആ കൃപാദാനത്തെ കൊടുക്കും. എനിക്ക് പ്രവചിക്കണം, എനിക്ക് ആത്മാക്കളെ നേടാൻ, പണം ഉണ്ടാക്കാനല്ല, എന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കല്ല, എനിക്ക് ആത്മാക്കളെ നേടാൻ, എനിക്ക് അനേകരെ സുവിശേഷം അറിയിക്കാൻ, അനേകർ അങ്ങിൽ വിശ്വസിക്കാൻ, എന്നെ പ്രവചനാത്മാവിൽ നിറയ്ക്കണം എന്ന് ചങ്കുപൊട്ടി ദൈവത്തോട് ചോദിക്കുന്നവന്റെ മേളിലേക്ക് ദൈവം തന്റെ ആത്മാവിനെ പകരും. ഇതിന്റെ എല്ലാ ഇന്റൻഷൻ കറക്റ്റ് ആയിരിക്കണം. ദൈവം അത് പരിശോധിക്കും. കാരണം ദൈവം ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന ഒരു ഉപദേശം, എന്നെ നിങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ എന്നെ അങ്ങനെ കാണാവൂ. ഞാനൊരു സുവിശേഷ വേലക്കാരനാണ്, ഞാനൊരു ശുശ്രൂഷകനാണ്. രാവൊന്നും പകലൊന്നും ഇല്ലാതെ ഞാനിപ്പോ ഇവിടെ വന്നിട്ട്, നാട്ടിൽ വന്നിട്ട് എന്റെ ടൈം സോണുകളെല്ലാം ചേഞ്ച് ആയി കിടക്കുക. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഇവിടെ വന്നിട്ട്. പക്ഷേ കഴിഞ്ഞ 3 ദിവസമായുള്ളൂ ഞാൻ വന്നിട്ട്. പക്ഷെ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഒരു മെസ്സേജ്, ഒരു വചനം എൻ്റെ ഉള്ളിൽ തരുകയാണ്. അപ്പൊ എനിക്ക് ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്യണം. കാരണം ഒത്തിരി ജനം ഈ ഞായറാഴ്ച വചനം കേൾക്കാൻ ഇവിടെ വരും. അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. കർത്താവ് എന്നോട് ഇടപെടണം, കർത്താവ് എന്നോട് സംസാരിക്കണം. അങ്ങനെ എൻ്റെ ഉറക്കമൊക്കെ ഞാൻ വീണ്ടും മാറ്റിവെച്ചു. വീണ്ടും വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും തുടർന്നു. ആ ദൈവത്താൽ ഒരുക്കപ്പെട്ട സന്ദേശം ഇന്നിവിടെ വിളമ്പാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ഇന്ന് ഈ പകൽ നമുക്ക് നന്ദി പറയാനുള്ള സമയമാണ്. ഓരോ ആരാധനയിലും, ഓരോ നിമിഷത്തിലും കർത്താവിന് നന്ദി പറയണം, നന്ദി പറയണം, നന്ദി പറയണം. ഞാനിവിടെ ഈ നിൽക്കുന്ന കൂട്ടത്തോട് ചോദിക്കുന്നു, നന്ദി പറയാൻ, ദൈവത്തോട് നന്ദി പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങളൊരു നന്ദികെട്ട വ്യക്തിയാണ്. കാരണം ആരാധന നന്ദി കരേറ്റലാണ്. ആരാധന ദൈവത്തിന്റെ വിശുദ്ധിയെ ദർശിക്കുന്നതാണ്. ആ കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിൻ
ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഇരു കരങ്ങൾ ഉയർത്തി യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഹൃദയത്തിൽ നിന്ന് അനുഭവിച്ചവർ മാത്രം, രുചിച്ചവർ മാത്രം. ഓ നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു